ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല. സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക്, എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. വീട്ടുമുറ്റത്തെ കൃഷിയിടത്തിൽ മഴവിൽ ചോളം കൃഷിയൊരുക്കി വീട്ടമ്മ. എടവണ്ണ പത്തപ്പിരിയത്താണ് റൈഹാനത്തിന്റെ കൃഷിയിടം. ചോളം വിളവെടുപ്പ് കാലമാണ് ഇവിടെ ഇപ്പോൾ. ഓരോ കുലയും വർണ്ണ കാഴ്ചകളാണ് സമ്മാനം. പത്തപ്പിരിയം നവോദയ സ്റ്റേഡിയത്തിന് സമീപം പനനിലത്തിൽ റൈഹാനത്തിന്റെ വീട്ടുമുറ്റത്തെ കൃഷിയിടത്തിലാണ് മഴവിൽ ചോളം കൃഷി ചെയ്തത്. 6 മാസം മുൻപ് വാങ്ങിയ വിത്ത് മുളപ്പിച്ച് ആദ്യ കൃഷി പരീക്ഷണത്തിൽ തന്നെ റൈഹാനത്തിന് നല്ല വിളവ് ലഭിച്ചു. സമൂഹ മാധ്യമ കൂട്ടായ്മ മുഖേന 6 മാസം മുൻപാണ് ഇതിന്റെ വിത്ത് സംഘടിപ്പിച്ചത്. ഒരു കുലയിൽ തന്നെ വിവിധ നിറങ്ങളിലുള്ള ധാന്യമണികളാണ് ഈ ചോളത്തിന്റെ പ്രത്യേകത. 3 മാസം കൊണ്ട് വിളവെടുക്കാനായെന്നും വളം ചെയ്ത് നന്നായി പരിചരണം നൽകിയാലേ വൈവിധ്യമാർന്ന നിറവും നല്ല വിളവും ലഭിക്കുമെന്നും റൈഹാനത്ത് പറഞ്ഞു. വിത്തിനായി ആവശ്യക്കാർ ഏറെയാണ്. പോഷണക്കലവറ കൂടിയാണ് മഴവിൽ ചോളം. ഒരു നിറത്തിലെ വിത്ത് തിരഞ്ഞെടുത്ത് കൃഷി ചെയ്താൽ അതേ നിറം ലഭിക്കണമെന്നില്ല. മറ്റു പല നിറങ്ങളുമാകാം. 150ഓളം തൈകളാണ് ഇപ്പോഴുള്ളത്. ഭക്ഷണത്തിനുതകുമെങ്കിലും അലങ്കാരത്തിന്റെ ഭാഗമായാണ് പലരും ഇതിനെ കാണുന്നത്. പുഴുങ്ങിയും വറുത്തെടുത്ത പോപ്കോണായും ഉപയോഗിക്കാം. ധാന്യപ്പൊടിയായും സൂക്ഷിക്കാം. ഇത് ആണ് മഴവിൽ ചോളം, റെയിൻബോ കോൺ. ഇത് നമ്മള് എന്താ പറയാ, കൃഷി ചെയ്ത് 2ാമത്തെ വിളവാണ്. ആദ്യം ഒരു 6 മാസം മുമ്പ് കുറച്ച് വിത്തുകൾ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടി. 3 ഗ്രൂപ്പുകളിൽ നിന്നാണ് കിട്ടിയത്. ഹരിത കേരളം, ഹോപ്പ്, കൃഷിഭവനം, ഇതിലെ അഡ്മിന്മാരാണ് വിത്ത് വിതരണം ചെയ്ത്. ഞാനത് വാങ്ങി നട്ട്. നല്ല എന്താ പറയാ, ഒരു മഴക്കാലത്തായിരുന്നു. നല്ല ചെടികളായി വളർന്നു. ഇങ്ങനെ വിളവെടുത്തു. അപ്പൊ ഭയങ്കര സന്തോഷം. നല്ല കളർഫുള്ളായി കിട്ടിയപ്പോൾ ഒരുപാട് വർഷങ്ങളായി എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ മഴവിൽ ചോളം നട്ടുണ്ടാക്കാറുണ്ട്. അത് ഞമ്മക്ക് കൃഷി പഠിപ്പിക്കണ ഒരു വേണുഗോപാൽ മാധവ് ഉണ്ട്, സാറ് പിന്നെ ഒരുപാട് വർഷം മുമ്പ് നമ്മൾക്ക് ഇങ്ങനെ അതിന്റെ ചിത്രങ്ങൾ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു തരുന്നു. സാറ് ഞമ്മക്ക് എന്താ പറയാ, കൃഷിയിലൊരു എൻസൈക്ലോപീഡിയാണ് സാറ്. നല്ല വിളവ് കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളെ മനസ്സിന്റെ എല്ലാ ദുഃഖങ്ങളും പിന്നെ പമ്പ കിടക്കും തന്നെ പറയാം. ഇത്രയും മനോഹരമായിട്ട് നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുമ്പോൾ അതും നമ്മളെ കൈകൾ കൊണ്ട് വളങ്ങളിട്ട് നമ്മൾ വിളവെടുക്കുമ്പോൾ ഒരു സന്തോഷം, മനസ്സിന്റെ ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ ഈ വിളവിൽ നിന്ന് ഞാൻ വിത്തുകൾ അവർക്ക് വിത്ത് ബാങ്ക് ഉണ്ട്. 3 വിത്ത് ബാങ്കിലേക്കും കുറച്ച് വീതം പിന്നെ കൊടുത്ത്, അതേപോലെ കുറച്ച് വിത്തുകളൊക്കെ സെയിൽ ചെയ്തു. കാരണം നമ്മൾ നല്ല കമ്പോസ്റ്റ് പറഞ്ഞ അത്രയും നല്ല കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഇതുണ്ടാക്കണത്. അങ്ങനെ എല്ലാത്തിനും നമുക്ക് എന്താ പറയാ, ശരീരം കൊണ്ട് വയ്യാത്ത പ്രശ്നങ്ങളേ ഉള്ളൂ. അത്രയും ഇഷ്ടമാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ. മാഷ് പിന്നെ കമ്പോസ്റ്റിനെ കുറിച്ചൊക്കെ മാഷ് തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചത്, വേണുഗോപാൽ മാധവ് സാറ്. പിന്നെ ഈ മഴവിൽച്ചോളത്തിന്റെ കാര്യം, ഈ കളറ് നമ്മളിപ്പോ ചുവപ്പ് വിത്തിട്ടോ എന്നാ അടുത്തതില് ചുവപ്പ് വിത്തല്ല, പിന്നെ ചുവപ്പ് ചോളം ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം ഈ വർണ്ണങ്ങളൊക്കെ കാണുമ്പോ എല്ലാവരും എന്നോട് വിത്ത് ചോദിക്കാറുണ്ട്. അപ്പം ഈ കളറുകളെ ഭംഗി കാണുമ്പോഴാണ് എല്ലാവരും ചോദിക്കണത്. പക്ഷെ എല്ലാവർക്കും ഈ വിത്ത് കിട്ടിയ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കിട്ടും. ജമ്പിങ് ജീൻസ് എന്നൊരു ഇതാണ് ഈ വിത്തുകളെ ഇങ്ങനെ മാറ്റി മറിക്കണത്. പിന്നെ ഇത് ഏതിലേക്ക് മാറുന്ന നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഇതിൽ നിന്ന് ഏത് വിത്തിട്ടാലും ഏത് കളറിലേക്ക് മാറി വരുന്ന നമുക്ക് അങ്ങനത്തെ ഒരു എന്താ പറയാ, ഒരു മിറാക്കിള് തന്നെ പറയാം. അത്രയും ഭംഗിയുള്ള ഒരു കാര്യമാണ് ഇതിൽ നടക്കുന്നത്. പച്ചയിലാവുമ്പോ നമുക്ക് ചുട്ട് കഴിക്കാം, സാലഡുകളിൽ ഉപയോഗിക്കാം. കളർഫുൾ സാലഡുകൾ നല്ല ഭംഗിയാണല്ലോ, സാലഡിലേക്ക് കളർഫുൾ. പിന്നെ പോപ്കോൺ ഉണ്ടാക്കുക, പൊടിച്ച് ഉപയോഗിക്കുക. അങ്ങനെ പിന്നെ ഇങ്ങനെ ഷോക്ക് വെക്കാറുണ്ട്. അതാണ് ഏറ്റവും നല്ല ഭംഗി. എനിക്കിത് കഴിക്കാനേ തോന്നാറില്ല. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാനിതെല്ലാം കൂടെ വിളവെടുക്കണ കാണുമ്പോ ഇതെല്ലാം കൂടെ കഴിക്കാനാണ് തന്നെയാണ് എല്ലാരും. പക്ഷെ ഇത് കഴിക്കാൻ തോന്നാറില്ല. ഇതിന്റെ ഭംഗി കാണുമ്പം ഇത് കഴിക്കാൻ തോന്നാറേ ഇല്ല എന്ന് തന്നെ പറയാം. അത്രയും എന്താ പറയാ, മനസ്സിന് വല്ലാതെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം കഴിഞ്ഞ തവണത്തിലേറെ
അത്രയും നല്ല വിളവായിട്ടാണ് ഇപ്പൊ കിട്ടിയത്. ഇത് ഇനി അടുത്ത തവണ ഇതിലേറെ ഉഷാറായി വരും തന്നെയാണ് ഇൻഷാ അല്ലാഹ് പ്രതീക്ഷിക്കുന്നത്. വിത്ത് വിൽപ്പനക്ക് വിൽക്കും. കാരണം നമ്മൾക്കിത് കമ്പോസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നല്ല ചെലവുകളും നല്ല മെനക്കെടും ഉണ്ട്. അപ്പൊ നമ്മളിത് വെറുതെ കൊടുക്കണില്ലേറെ ചെറിയ കാശിന് കൊടുക്കുന്നത് തന്നെയാണ് നമുക്ക് മനസ്സിന് സന്തോഷം. വെറുതെ കൊടുത്താൽ ആർക്കും ചിലപ്പോൾ ഇതിന് വിലയും നിലയൊന്നും ഉണ്ടാവില്ല. അപ്പം കാശിന് കൊടുക്കും വിത്തുകള്. ഓരോ സമയത്തും പ്രത്യേകതയുള്ള ഒരു വിളയെങ്കിലും കൃഷി ചെയ്യുന്നത് റൈഹാനത്തിന്റെയും പ്രത്യേകതയാണ്. ചീര, മുളക്, ഇഞ്ചി, മഞ്ഞൾ, കുരുമുളക് തുടങ്ങിയവയുമുണ്ട്. വീട്ടുപരിസരത്തെ 10 സെന്റ് സ്ഥലമാണ് കൃഷിയിടം. പിന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ട ഏറ്റവും നല്ലൊരു കാര്യം, നല്ല പോഷകങ്ങൾ കൊടുത്താലേ ഈ കളറിലും ഇത്ര ഭംഗിയിലും കിട്ടുള്ളൂ. അതെ, കാൽസ്യം, പൊട്ടാസ്യം, ബോറോണ് തുടങ്ങിയ നല്ല പോഷകങ്ങളും. അല്ലാതെ ഒരുപാട് ഒരു ചെടി വളരണമെങ്കിൽ 10-17 മൂലകങ്ങൾ ആവശ്യമുണ്ടല്ലോ. അങ്ങനെ എല്ലാ മൂലകങ്ങളും കൂടാതെ കാൽസ്യത്തിനും പൊട്ടാസ്യത്തിനും ബോറോണിനും കൂടുതൽ പ്രാധാന്യമുണ്ട്. അതേപോലെ നല്ല കമ്പോസ്റ്റും കൊടുത്ത് നല്ല കളറിലൊക്കെ കിട്ടണമെങ്കിൽ പിന്നെ ജൈവമായിട്ട് ചെയ്താൽ തന്നെയാണ് ഇത്ര നല്ല കളറിലേക്ക് വരുള്ളൂ. രാസമിട്ടിട്ടുണ്ടെങ്കിൽ ഈ കളറിലേക്കും വരാൻ സാധ്യത കുറവാണ്. മുൻപ് മട്ടുപ്പാവിലെ സ്ട്രോബെറി കൃഷിയിൽ വിജയഗാഥ ഒരുക്കി. വീട്ടാവശ്യങ്ങൾക്കുള്ള പച്ചക്കറികൾ വല്ലപ്പോഴുമേ പുറത്തുനിന്നും വാങ്ങേണ്ടി വരുന്നുള്ളെന്നും ഈ വീട്ടമ്മ പറയുന്നു. ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല. സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ.